ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാകും. വിക്രു ദരിദ്രനായ ഒരു ഗ്രാമവാസിയായിരുന്നു. വനത്തിൽ പോയി വിറക് ശേഖരിച്ച് അത് കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ടാണ് ഭാര്യയും 4 കുഞ്ഞുങ്ങളും അടങ്ങിയ കുടുംബം പോറ്റിയിരുന്നത്. അപ്പോൾ അതുപോലെ ഒരിക്കൽ അയാൾ വിറക് ശേഖരിക്കുന്നതിന് വനത്തിൽ പോയി. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ താഴ്വാരത്ത് കൂടെ പോകുന്ന നദിക്കരയിൽ 4 പേർ നിൽക്കുന്നത് കണ്ടു. സർവാഭരണ ഭൂഷിതയും നല്ല വസ്ത്രങ്ങളും അണിഞ്ഞ അവർ ആരാണെന്നറിയുവാനായി വിക്രുവിന് ജിജ്ഞാസ കൂടി. അയാൾ നേരെ പതുക്കെ നടന്ന് നദിയുടെ താഴേക്ക് എത്തി. അയാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് അവരുടെ കേളികളും കളികളുമെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ അവരിലൊരാൾ പറഞ്ഞു, ഈ വനത്തിൽ സസ്യലതാദികളും ജന്തുക്കളും മാത്രമല്ല ഒരു മനുഷ്യൻ്റെ സാന്നിധ്യവും കാണുന്നുണ്ടല്ലോ. ആരായിരുന്നാലും ശരി തന്നെ, ഉടനെ ഇറങ്ങി മുന്നിൽ വരിക. ഇത് കേട്ട വിക്രു ആകെ ഭയന്നു വിറച്ചു. അവൻ കൂപ്പുകൈകളുമായി വേച്ച് നദിക്കരയിലെത്തി. അവൻ അവിടെ എത്തിയപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് 4 അപ്സര സ്ത്രീകളാണ് അതെന്നോ. അവൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തില്ല, വിറവ് ശേഖരിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അവൻ്റെ ഒട്ടിയ വയറും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ദയനീയതയും കണ്ട അപ്സരസുകൾ അവരെ പരിചരിച്ചുകൊണ്ട് അവിടെ കൂടാമോ എന്ന് അവനോട് ചോദിച്ചു. ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പെയാണോ എന്നറിയില്ല. വിക്രു അങ്ങനെ ചെയ്തുകൊള്ളാം എന്ന് സമ്മതിച്ചു. അങ്ങനെ വിക്രു അവരുടെ കൂടെ കൂടി. കളിയും വർത്തമാനവും ചിരിയും ക്രീഡയുമെല്ലാം കഴിഞ്ഞ അപ്സരസുകൾ അവിടെ വിശന്ന് ഭക്ഷണം കഴിക്കുന്നതിനായിരുന്നു. അവരുടെ മുന്നിൽ വളരെ കൗതുകവും ആരെയും ആകർഷിക്കുന്നതുമായ അലങ്കൃതമായ ഒരു കുടവും ഉണ്ടായിരുന്നു. അതിൽ ഒരു അപ്സരസ് വിക്രുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, ആഹാരം വിളമ്പിത്തരും. വിക്രു പറഞ്ഞു, ലേശം സമയം തരണം, ഞാൻ കാട്ടിൽ പോയി തേനും മറ്റ് ഫലങ്ങളുമെല്ലാം ശേഖരിച്ചുകൊണ്ട് ഉടനെ തന്നെ വരാം. അപ്സരസ് പറഞ്ഞു, അഭീഷ്ടദായകമായ ഒരു കുടമാണിത്, നിങ്ങൾ കാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കൈയും മുഖവും കഴുകി വൃത്തിയാക്കി വന്ന് നിങ്ങൾ കണ്ണടത്ത് ധ്യാനിച്ചുകൊണ്ട് ഈ കുടത്തിനകത്ത് കൈയിട്ട് ആവശ്യപ്പെടുന്നതെന്തും തരും എന്ന് പറഞ്ഞു. വിക്രു അത് കേട്ട വിക്രു അതുപോലെ തന്നെ ചെയ്തു. അയാൾ ശുദ്ധ വൃത്തിയോടുകൂടി വന്ന കുടത്തിനകത്ത് കൈയിട്ട് ഓരോന്നായി ആവശ്യപ്പെടുവാൻ തുടങ്ങി. അതെല്ലാം അപ്സരസുകൾക്ക് വിളമ്പിക്കൊടുത്തു. അവർ മൃഷ്ടാനം കഴിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് വിക്രുവും ആഹാരം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നാളുകൾ ദിവസങ്ങളും കഴിഞ്ഞുപോയി. ഇടയ്ക്കിടയ്ക്ക് വിക്രു വീട്ടിനെക്കുറിച്ച് ഭാര്യയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ചിന്തിച്ച് ഉത്കണ്ഠാകുലനാവാറുണ്ടായിരുന്നു. പക്ഷേ കൊടുത്ത വാക്കനുസരിച്ച് അവിടുന്ന് പോകാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ 1-2 ആഴ്ചകൾ കഴിഞ്ഞു. അപ്സരസുകൾ മടങ്ങി ദേവലോകത്ത് പോകാനുള്ള സമയമായി. അവർ വിക്രുവിനോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ചോദിച്ചുകൊള്ളൂ. വിക്രു വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, എനിക്ക് ഈ അഭീഷ്ടസിദ്ധിയുള്ള ഈ കുടം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ അപ്സരസ്ത്രീകൾ പറഞ്ഞു, ഇത് ദിവ്യശക്തിയുള്ള കുടമാണ്, ഇതിനെ അവഗണിക്കുകയോ പൊട്ടലോ പോറലോ എന്നത് തന്നെ ഉണ്ടായാൽ തന്നെ കുടം നിൻ്റെ കയ്യിൽ നിന്നും ഓടിപ്പോകും. അതുകൊണ്ട് നിനക്കിത് സൂക്ഷിക്കാൻ കഴിയുകയില്ല, നീ മറ്റെന്തെങ്കിലും ചോദിച്ചുകൊള്ളൂ. വിക്രു പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയും പരിചരണവുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ കുടം തന്നെ തന്നിട്ട് പോകുമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ വിക്രുവിന് കുടം കൊടുക്കുവാൻ തയ്യാറായി. കുടം കൊടുത്ത ഉടനെ അവർ അപ്രത്യക്ഷമായി. വിക്രു ഭദ്രമായി പൊതിഞ്ഞ ഈ കുടവുമായി നടന്നവൻ്റെ ഗ്രാമത്തിലെത്തി. വിക്രുവിന് ഭാര്യയും മക്കൾക്കും വിക്രുവിനെയോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ ദാരിദ്ര്യമെല്ലാം മാറി പുഷ്ടിപ്പെട്ടിരുന്നു. അപ്പോൾ വിക്രു ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഭാര്യയും പറഞ്ഞു,
അപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്തായിരിക്കും നമ്മളുടെ അടുക്കളയിലും നിങ്ങൾ കഴിക്കുന്ന അതേ ആഹാരങ്ങൾ എത്താറുണ്ടായിരുന്നു. പക്ഷേ ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ മക്കളോട് പോലും ഈ രഹസ്യം പറഞ്ഞില്ല. ആട്ടെ എന്ന് പറഞ്ഞ് അവർ ആ കുടം നോക്കി ഭദ്രമായി കുടം ഒളിപ്പിച്ചു വെച്ചു. തുടർന്ന് ദിവസവും സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അവർ ദാരിദ്ര്യമില്ലാതെ കഴിഞ്ഞുകൂടി. എന്നാൽ ക്രമേണ വിക്രു അലസനും മടിയനുമായി. ആലസ്യവും മടിയും കൊണ്ട് അവൻ അധ്വാനിക്കാതെയായി. മാത്രമല്ല അവൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് സൽക്കരിക്കുന്നത് പതിവായി. ഈ സൽക്കാരം ക്രമേണ രാവോ പകലോ ഒന്നും വ്യത്യാസമില്ലാതെ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യാതെ മദ്യപാനവും മറ്റുമായി മാറി. ക്രമേണ വിക്രു നല്ലൊരു മദ്യപാനിയായി. ഒരു ദിവസം പതിവ് പോലെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് ഇത് മദ്യസൽക്കാരമൊക്കെ നടത്തി ഇരിക്കുമ്പോൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്നറിയാനുള്ള ജിജ്ഞാസയുണ്ടായിരുന്നു. അവർ എപ്പോഴും വിക്രുവിനോട് അത് ചോദിക്കാറുമുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ ചോദിച്ചു. മദ്യപിച്ച് മതോന്മത്തനായ വിക്രു ഒന്നും സംസാരിക്കാതെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അകത്തുപോയി ഈ കുടം എടുത്ത് തോളിൽ വെച്ച് വന്ന് അവരുടെ മുന്നിൽ നൃത്തമാടുവാൻ തുടങ്ങി. വിക്രുവിൻ്റെ അമിതമായ മദ്യപാനം കൊണ്ട് വിക്രുവിൻ്റെ കാലിടറി വിക്രുവും കുടവുമായി നിലം പൊത്തി. ഈ കുടം ഭയാനകമായ ഒരു ശബ്ദത്തോടു കൂടി പൊട്ടി ചിന്നിച്ചിതറി. ഈ ശബ്ദം കേട്ട വിക്രുവിൻ്റെ ഭാര്യയും കുട്ടികളും മാത്രമല്ല അവിടെ കൂടിയിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം വീടിന് വെളിയിലേക്ക് ഭയചകിതരായി ഓടിക്കളഞ്ഞു. പൊട്ടിയ കുടത്തിൻ്റെ ഒരു കഷ്ണമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വിക്രു കരയുവാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, പൊട്ടിച്ചിതറിയ എല്ലാ കഷ്ണങ്ങളും വിക്രുവിൻ്റെ കയ്യിലിരിക്കുന്ന കഷ്ണവുമായി യോജിച്ചേർന്ന് വീണ്ടും അതൊരു കുടമായെങ്കിലും അപ്പം തന്നെ അത് വിക്രുവിൻ്റെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമായി. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടായിരുന്നാലും ഒരു ഗവൺമെൻറ് അവരുടെ പ്രജകളോടായിരുന്നാലും എന്തും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകി കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളായിരുന്നാലും ശരി തന്നെ ജനങ്ങളായിരുന്നാലും ശരി തന്നെ അവർ അലസരും മടിയരും അവരുടെ അധ്വാനശേഷി പോവുകയും ക്രമേണ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാവുകയും ചെയ്യും. മദ്യപിച്ച് ലക്കുകെട്ട ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുടിയന് എത്ര തന്നെ ധനം കയ്യിൽ കിട്ടിയാലും അത് സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന ഗുണപാഠമാണ് ഈ കഥ നമ്മൾക്ക് തരുന്നത്. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നത് വരെ രാകേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ് ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു.